എന്തൊക്കെയായാലും ഇടതുപക്ഷം തോറ്റു, UDF അധികാരത്തിൽ വന്നു, അഭിനന്ദനങ്ങൾ. പക്ഷെ ഒരു കാര്യം വെളിപ്പെടുത്താതെ പോകാൻ സാധിക്കത്തില്ല. കാരണം കോൺഗ്രസ് തന്നെ വെളിയിൽ വിട്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വരവ് ചിലവ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതില് കോൺഗ്രസ് സമർപ്പിച്ചിരിക്കുന്ന ഫണ്ടിന്റെ വിശദാംശങ്ങൾ കണ്ടപ്പോ ഈ 6 മാസക്കാലത്തിനടുത്ത് കോൺഗ്രസ് നടത്തിക്കൂട്ടിയ സമരം കോലാഹലങ്ങളുടെ ഒരു ബാക്കി പത്രം നമുക്കതിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്താണെന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അതിലെ കോൺഗ്രസ് നൽകിയിരിക്കുന്ന കണക്കിന്റെ അകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഭീമന്മാരായിട്ടുള്ള 5ഓളം ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ കയ്യിൽ നിന്നും ഇവർ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ലബോറട്ടറി കമ്പനീസിന്റെ കയ്യിൽ നിന്നും. കാരണം ഇത് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിന്റെ ഇടയ്ക്ക് ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു കിടക്കുകയാണെന്നും സർക്കാർ ഹോസ്പിറ്റലിൽ ഒന്നും തന്നെയും യാതൊരു തരത്തിലുള്ള നിലവാരവും ഇല്ല എന്ന് പറഞ്ഞു വരുത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ ഗിമ്മിപ്പ് ഉണ്ടാക്കുകയും അതിൽ നിന്നും സർക്കാർ ആശുപത്രികളിൽ നിന്നും പാവപ്പെട്ട പൊതുജനങ്ങൾ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കണം എന്ന തരത്തിലേക്കാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കണക്കനുസരിച്ച് ഏകദേശം 100 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെങ്കിലും, അതായത് കോൺഗ്രസ് നേടിയ സംഭാവനയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ കയ്യിൽ നിന്നും, അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ്, അവരുടെ കയ്യിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ 100 കോടിക്ക് മുകളിൽ കണക്ക് കൊടുത്തപ്പോൾ ഇവർക്ക് ഏകദേശം 350 കോടി രൂപയോളം ഈ കമ്പനീസിന്റെ ഒക്കെ കയ്യിൽ നിന്നും സമാഹരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് കേരളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭീമന്മാരായിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ്? ഈ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഏതൊക്കെയാണ്? ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയും, അതേപോലെ തന്നെ KKR&Co എന്ന് പറയുന്ന ഒരു കമ്പനിയും, CS പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമാണ് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഒട്ടുമിക്ക നമ്മളുടെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ 80% ഓഹരികൾ സമാഹരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ നിന്നും ഈ കള്ളക്കഥയ്ക്ക് ചുക്കാൻ പിടിക്കുവാൻ വേണ്ടി ഇവിടുത്തെ നവമാധ്യമങ്ങളും മാധ്യമങ്ങളും കോൺഗ്രസും അടക്കമുള്ള ആളുകള് ഇതൊരു വലിയ വാർത്തയാക്കി സൃഷ്ടിക്കുമ്പോൾ മാധ്യമങ്ങൾക്കും ഇവരിൽ നിന്നും ഒരു കോഴ വിഹിതം കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസുകാർക്കും കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫണ്ടിന്റെ വിശദാംശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്ക് വ്യവസ്ഥയിൽ വെളിയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. ആരോഗ്യ മേഖല ഇതിനു മുമ്പ് UDF ഭരിച്ചപ്പോൾ തകർന്നിട്ടുണ്ട്. ഇവർ കൊണ്ടുവന്ന, ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊണ്ടുവന്ന 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറയുമ്പോഴും അതിന്റെ അകത്തും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ പേരാണ് ഈ കമ്പനീസിന്റെ കയ്യിൽ നിന്നും കോഴ മേടിച്ച് അല്ലെങ്കിൽ ഫണ്ട് മേടിച്ച് അച്ചാരം പറ്റിയിരിക്കുന്ന UDFന്റെ നെറികെട്ട നയത്തിന്റെ രൂപമാണിത്. നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. ഈ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ഒരു കോഴയും ലാഭവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചും കോൺഗ്രസ് നടത്തിയ സമര കോലാഹലങ്ങളും നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വരും നാളുകളിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതല്ലാതെ യാതൊരു ഉറപ്പും നൽകുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുക്കാനായിട്ട് ഇനി സമയം എടുക്കുമായിരിക്കാം. പക്ഷെ എങ്കിലും എടുക്കട്ടെ. ഏതായാലും കുഞ്ഞാപ്പയും ഒക്കെ ബഹളം വെക്കുന്നുണ്ട്, അവരെ കൂടിയൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇനിയിപ്പോ ചോദിക്കാം, നിങ്ങൾ തോറ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തുന്ന വിദ്വേഷകരമായിട്ടുള്ള വാക്കുകളല്ലേ എന്ന്. ഒരിക്കലുമല്ല. നല്ല രീതിയിലുള്ള കേരള ജനതയ്ക്ക് ഭരണം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഇനിയും വെളിയിൽ കൊണ്ടുവരും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.